വിസ്മയകരമായ ഒരു മഹനീയ യാഥാർത്ഥ്യമാണ് പ്രപഞ്ചം. കൂടുതൽ അറിയും തോറും അതിൻ്റെ മാഹാത്മ്യം ഏറെ തിരിച്ചറിവുകളിലേക്ക് നമ്മെ നയിക്കും. മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള പ്രപഞ്ചരഹസ്യങ്ങളുടെ ആഴം മനുഷ്യ മനസ്സുകളെ ആത്മജ്ഞാനത്തിലേക്ക് കൈപിടിച്ചുയർത്തും. ഇതൊക്കെയുടെയും പിന്നിൽ പ്രവർത്തിച്ച മഹനീയ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ അനവധി ആത്മീയ ബോധ്യങ്ങളിലേക്ക് നയിക്കും. അനവധി ശാസ്ത്രജ്ഞരും ശാസ്ത്രചിന്തകരും തത്വജ്ഞാനികളും അഗാധമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി തിരഞ്ഞെടുത്ത ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ദൈവമഹത്വത്തെക്കുറിച്ചും സൃഷ്ടിയുടെ മഹനീയതയെക്കുറിച്ചുമുള്ള പാഠപുസ്തകമാണ്. നമ്മുടെയും ദൈവാന്വേഷണത്തിൻ്റെ വഴികളിൽ അവ വെളിച്ചമായി മാറുന്നു. പതിനായിരക്കണക്കിന് കോടി ഗാലക്സികളും എണ്ണമറ്റ ആകാശഗോളങ്ങളും ഇനിയും തിരിച്ചറിയാത്ത അതിർത്തികളുമുള്ള മഹാവിസ്മയമാണ് പ്രപഞ്ചം. പ്രപഞ്ചവിജ്ഞാനീയ സംബന്ധമായ അനവധി പഠനങ്ങളിലൂടെയും സിദ്ധാന്തങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നാം അടുത്തറിയുന്ന വിസ്മയ പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഏറെയുണ്ട്. മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്ത കൃത്യതയും സൂക്ഷ്മതയും തുടങ്ങി പ്രപഞ്ച നിയമങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ സംവിധാനത്തിൻ്റെ മികവും ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന മഹാവിസ്ഫോടനം പോലുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ പിൻബലവും അടുത്തു മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തത്വചിന്തകൾക്ക് ആഴം വർദ്ധിക്കുന്നു. എങ്കിലും ഈ പ്രപഞ്ചത്തിന് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ടോ, അഥവാ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ സവിശേഷമായ ഒരു കാരണം കണ്ടെത്താൻ കഴിയുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ശാസ്ത്രലോകത്ത് സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇത്രമാത്രം സൂക്ഷ്മതയോടെ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നെങ്കിലും വിസ്മയ യാഥാർത്ഥ്യങ്ങൾ എണ്ണമറ്റതെങ്കിലും ഈ പ്രപഞ്ചം ചില യാദൃശ്ചികതകളുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കരുതുന്ന ശാസ്ത്രചിന്തകർ പലരുമുണ്ട്. യൂണിവേഴ്സിനൊരു പർപ്പസ് വേണം എന്ന് പറയുന്ന ശാഠ്യം നമ്മുടേതാണ്. യൂണിവേഴ്സിന് അങ്ങനൊരു ശാഠ്യമില്ല. ഒരു പർപ്പസ് വേണം, അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇല്ല ഒരിക്കലും. നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് യൂണിവേഴ്സിനൊരു പർപ്പസ്. എൻ്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സിനൊരു പർപ്പസ് ഇല്ല ശരിക്കും. പക്ഷെ നമുക്കതിനൊരു പർപ്പസ് വേണമെന്ന് തീർച്ചയായിട്ടുമുള്ള ശാഠ്യമുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള പർപ്പസ് വേണമെങ്കിലും അതിന് അസ്യൂം ചെയ്യാം. ആ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ക്രിയേറ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് ഏത് പർപ്പസ് വേണമെങ്കിലും അതിന് അസ്യൂം ചെയ്യാം. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ രീതികളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തത്വചിന്തകൾ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രഗത്ഭരായ അനവധി ശാസ്ത്രജ്ഞരും ചിന്തകരും തന്നെ ഈ പ്രപഞ്ചത്തിന് അതിൻ്റെ സൃഷ്ടാവ് വിഭാവനം ചെയ്ത വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെന്നും അത് ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുന്നുവെന്നും കരുതുന്നവരാണ്. അത്തരം വ്യത്യസ്തങ്ങളായ വാദഗതികളുടെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ചില തത്വചിന്തകളെ നാം ഇവിടെ പരിചയപ്പെടുന്നു. ലോകം എങ്ങനെ ഉത്ഭവിച്ചു എന്നത് പറയാൻ ബിഗ് ബാങ് സിദ്ധാന്തം മതി. പക്ഷേ അതുകൊണ്ട് പ്രപഞ്ചത്തെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ മുഴുവനും അനാവരണം ചെയ്യപ്പെടുന്നില്ല. അതായത് ഫിലോസഫിയിൽ നമ്മൾ വാദിക്കാറുണ്ടല്ലോ, ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തിനു വേണ്ടി ഈ ലോകം നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുവെന്ന് പ്രിൻസിപ്പിൾ ഓഫ് സഫിഷ്യൻറ്റ് റീസൺ എന്നുള്ള വാദമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ അന്തർലീനമാണ് ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായ ലക്ഷ്യമുണ്ടോ എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസപരമായിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ലക്ഷ്യമാക്കി പ്രപഞ്ചം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ചരിത്രത്തിൻ്റെ അന്ത്യം ദൈവത്തെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുക, പദാർത്ഥം പോലും മഹത്വീകരിക്കപ്പെടുക എന്നൊരവസ്ഥയിലേക്കാണ്. അത്തരണത്തിലുള്ള ഒരു ലക്ഷ്യോന്മുഖത പ്രപഞ്ചത്തിനും ചരിത്രത്തിനുമൊക്കെ ഉണ്ട്. ഇത്തരണത്തിൽ പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുള്ളതായിട്ട് പർപ്പസ്
അന്തിമമായ ഒരു ലക്ഷ്യമുള്ളതായിട്ട് ശാസ്ത്രത്തിൽ നിന്ന് എന്തെങ്കിലും സൂചനയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ചില മനുഷ്യർക്ക് സാഡ്ലി ചില മനുഷ്യർ അവരുടെ ജീവിതം ലക്ഷ്യം ഇല്ലാതെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയാം. പക്ഷേ നമ്മളുടെ ഒരു പിഞ്ചു കുഞ്ഞിനെ നോക്കുമ്പോൾ മാതാപിതാക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, അവരെല്ലാവരും ഒരു ജോലി മേടിക്കുക, ഒരു വീടുണ്ടാക്കുക, അങ്ങനെ അവസാനം ആ പിഞ്ചു കുഞ്ഞ് വളർന്ന് 90 അല്ലെങ്കിൽ 100 വയസ്സാകുമ്പോൾ മരിച്ചു പോകും. അങ്ങനെ ഒരു ജീവിതത്തിൽ ആ പിഞ്ചു കുഞ്ഞിന് സാധാരണ നമ്മളെല്ലാവരും പറയുന്നത് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദിശയുണ്ട്, അതിലേക്കാണ് ആ പിഞ്ചു കുഞ്ഞ് ഒന്ന് പോകുന്നതെന്നാണ്. അതുപോലെ തന്നെ അത് ഒരു ഇമേജ് അല്ലെങ്കിൽ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചം എന്ന മഹാ അത്ഭുതത്തെ ഒന്ന് നോക്കാം. 13.8 മില്യൺ ഇയേഴ്സ്, 4-fold ഫോഴ്സസ്, അത് തന്നെയല്ല ഈ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ തിയറി ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം പോലെയാണ് സ്റ്റാർ, ഗാലക്സി ഇതെല്ലാം. പിന്നെ അവസാനം എന്നതുപോലെ നമുക്ക് പറയാം ഒരു മനുഷ്യനെയും സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യനും ഉണ്ടാക്കപ്പെട്ടു. ഈ ഉണ്ടായ മനുഷ്യന് ചോദിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു ചോദ്യമാണ്, നമുക്ക് ഒരു ലക്ഷ്യമുണ്ടോ, ഒരു പേർപ്പസ് ഉണ്ടോ എന്ന്. ആദ്യത്തെ ചോദ്യം നമ്മൾ മനുഷ്യനോട് തന്നെയാണ് ചോദിക്കുന്നത്, മനുഷ്യർക്ക് ഒരു ലക്ഷ്യമുണ്ടോ എന്ന്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിനൊരു നല്ലൊരു ആൻസർ ഉണ്ട്. ദ പേർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ലിവ് എ ലൈഫ് ഓഫ് പേർപ്പസ്. അതായത് മനുഷ്യൻ്റെ പേർപ്പസ് ഒരു പർപ്പസുള്ള ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ മനുഷ്യനോടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് ചെന്ന് ചിന്തിച്ചാൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്രയും എവോൾവ് ചെയ്ത് വരുന്ന പ്രപഞ്ചത്തിന് ഒരു അർത്ഥമുണ്ടോ, ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിക്കുവാൻ അങ്ങനെ കഴിവുള്ള ഒരു മനുഷ്യനുണ്ടായി. പക്ഷേ ഈ പ്രപഞ്ചത്തിന് തന്നെ ലക്ഷ്യമുണ്ടോ? ശാസ്ത്രം, പ്രത്യേകിച്ച് പ്രപഞ്ചവിജ്ഞാനീ രംഗം വളർച്ചയുടെ പാതയിലാണ്. എന്നാൽ ഇന്നും ഒട്ടേറെ പരിമിതികൾ ഈ രംഗത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ചില സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം വിപ്ലവകരമായി മുന്നേറുന്നുവെങ്കിലും ശാസ്ത്രത്തിന് മുന്നിൽ വ്യക്തത കൈവരിക്കപ്പെടേണ്ട ചോദ്യങ്ങൾ എണ്ണമറ്റ വിധം അവശേഷിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും താത്വികമായ ചോദ്യങ്ങൾ ശാസ്ത്രലോകം അഭിമുഖീകരിക്കുന്നില്ല. പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിക്കുക എന്ന കർത്തവ്യത്തിനപ്പുറം കൂടുതൽ ആഴമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ സജ്ജമായിട്ടില്ല എന്നതാണ് വാസ്തവം. സയൻസ് നമുക്ക് ക്ലിയർ ലക്ഷ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ എന്നാലും ആ സയൻസിനെ ആസ്പദമാക്കി മനുഷ്യരായി നമുക്ക് ചിന്തിക്കുവാൻ കഴിവുള്ള നമുക്ക് പറയാൻ പറ്റും, ഇത് ഒരു മഹാ അത്ഭുതമാണ്. ആ പിഞ്ചു കുഞ്ഞിനെ പോലെ തന്നെ ഈ ഭൂലോകം ഇത്രയും വന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഭൂലോകം ആ കുഞ്ഞിനെ പോലെ തന്നെ മരിക്കുകയും ചെയ്തു. അതായത് പ്രപഞ്ചത്തിന് ലക്ഷ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു ലക്ഷ്യോന്മുഖത അന്വർത്ഥീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഈ ചോദ്യം ചോദിക്കാൻ മനുഷ്യൻ ഇവിടെ സജ്ജമായിരിക്കുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകമായ സംവിധാനം കൊണ്ടും ക്രമം കൊണ്ടും ഒക്കെയാണ് എന്നുള്ളതാണ് ഗുരുകുലേശൻ പറഞ്ഞു തരുന്നത്. ഇത്തരമൊരു വിഷയത്തിൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞർ ചിലരുണ്ട്. വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളുടെ പിൻബലമുള്ളവർ തങ്ങൾക്ക് മുന്നിൽ മിഴിവാർജിച്ചു നിൽക്കുന്ന പ്രപഞ്ച വിസ്മയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തങ്ങളുടെ ആത്മീയ ചിന്താധാരകളുടെ കൂടി വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു. മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് അവർ ദൈവനിഷേധികളാകയാൽ ഇത്തരം കാഴ്ചകളെയും ദൈവാസ്തിത്വത്തെ തത്വശാസ്ത്രപരമായി തള്ളിപ്പറയുവാൻ ഉപയോഗിക്കുന്നു. ജോൺ ടെമ്പിൾട്ടൺ ഫൗണ്ടേഷൻ അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ 12 ശാസ്ത്രജ്ഞരോട് ചോദിച്ചു. ഭൂരിഭാഗം പേരും കോസ്മോളജിസ്റ്റുകൾ തന്നെയായിരുന്നു, അസ്ട്രോണമിയിലോ കോസ്മോളജിയിലോ ഒക്കെ ഗവേഷണം നടത്തുന്നവർ തന്നെ. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന് ലക്ഷ്യമുണ്ടോ? അതിൽ ഭൂരിഭാഗം പേരും 7 പേര് ഞാൻ മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിന് ലക്ഷ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. 3 പേര് എത്തിയിസ്റ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. വേറെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടെടുക്കാത്തവരാണ്, സാധ്യത ഉണ്ടാവാം ഇല്ലായിരിക്കാം എന്ന് പറയുന്നവരാണ്. പൊതുവേ ഒരു ലക്ഷ്യോന്മുഖതയാണ് ശാസ്ത്ര സമൂഹത്തിന് കൂടുതൽ തോന്നുന്നത് എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയും. ഇക്കാര്യത്തിൽ അല്പം കൂടുതൽ വെളിച്ചം വീശാമോ?
പണ്ട് ഒരു വില്യം പാലി എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ തിയോളജിയൻ ഉണ്ടായിരുന്നു. ആ ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞത്: ഈ ഭൂമി മുഴുവനും ഒരു ക്ലോക്കായി നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം ഒരു ക്ലോക്കിനേക്കാളും അതീതമായ കോംപ്ലക്സിറ്റിയാണ്. അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ക്ലോക്കിനെ ഒരു ക്ലോക്ക് മേക്കർ വേണം, ഒരു വാച്ചിനൊരു വാച്ച് മേക്കർ വേണം. അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പേർപ്പസോ ലക്ഷ്യമോ കൊടുക്കുന്നത്. നമ്മളൊരു ക്ലോക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ക്ലോക്കിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, സമയം കാണിക്കുക, അതെല്ലാമാണ് ക്ലോക്കിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യവും, ആ ലക്ഷ്യം എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാം ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാം ആ പർപ്പസിൽ ഉൾപ്പെടുന്നവരാണ്. പക്ഷേ ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, അതായത് റിച്ചാർഡ് ഡോക്കിൻസ്, ഒരു പുസ്തകം എഴുതി, ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ. അതായത് പുള്ളി ഒരു പരിധി വരെ അംഗീകരിക്കുന്നു പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവ് ഉണ്ടോ എന്ന്. പക്ഷേ ആ സൃഷ്ടികർത്താവ്, അതായത് ദൈവം, ബ്ലൈൻഡാണ്. പുള്ളിക്ക് തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളി അറിയത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ നിരീശ്വരവാദികളുടെ വാദം. ദ പേർപ്പസ് ഓഫ് ലൈഫ് അക്കോർഡിംഗ് ടു ദം ഈസ് ടോട്ടലി ബ്ലൈൻഡ്. അതിനൊരു ഡിറക്ഷനില്ല, അതങ്ങനെ പോകുന്നു, അതങ്ങനെ അവസാനിക്കുന്നു. അതിൽ നിന്ന് നമുക്കൊരു ഉദ്ദേശം കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ റിലീജിയസ് ബേസിലോ അല്ലെങ്കിൽ തിയോളജി ബേസിലോ ആസ്പദമാക്കി പറഞ്ഞാൽ, പണ്ട് തന്നെ തോമസ് അക്വീനസ് അടക്കം എല്ലാവരും പറയുന്നുണ്ട്, ഈ ലോകത്തിന് ഒരു ഗോളുണ്ട്, ഒരു തെലയോളജി ഉണ്ട്. തെലയോളജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒറിജിനുണ്ട്. ആ ഒറിജിൻ പോലെ തന്നെ നമുക്കൊരു ഗോളുണ്ട്. ആ ഗോളിൽ ചെന്ന് അവസാനിക്കുന്നു എന്നാണ്. ജീവശാസ്ത്ര പഠനങ്ങളിൽ നിന്ന് നാം തിരിച്ചറിഞ്ഞ ജീവന്റെ സങ്കീർണതകൾ ഏറെയാണ്. ഉയർന്നു ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ എന്ന ജീവവർഗത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ അതിശയകരമാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് നാം മുമ്പ് ചർച്ച ചെയ്തതാണ്. ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നമുക്ക് മുന്നിൽ വ്യക്തതയോടെ നിലകൊള്ളുന്ന വിസ്മയ യാഥാർത്ഥ്യത്തിൻ്റെ മഹനീയത നാം ദർശിക്കുന്ന മറ്റെല്ലാ സങ്കീർണതകളെയും അതിലംഘിക്കുന്നതാണ്. പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിൽ പലതിൻ്റെയും ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ ഇനിയും നമുക്ക് കഴിയാത്തിടത്തോളം എന്തുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായൊരു ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല. അപ്പോൾ സാധാരണ മതത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പറയുന്നത്, അത് സാധാരണ ജനങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒരു പിഞ്ചു കുഞ്ഞിനെ ജനിച്ച് ജീവിച്ച് കഷ്ടപ്പെട്ട് മരിക്കുമ്പോൾ ഒരു ചെറിയ ലക്ഷ്യം, ആ ലക്ഷ്യം ഒരു ലക്ഷ്യമായിട്ടല്ല, പല ലക്ഷ്യങ്ങളാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്ത് അതൊരു പിഞ്ചു കുഞ്ഞിനേക്കാളും എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മഹാ അത്ഭുതമാണ്. ആ ലോകത്തിനും ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുഴുവനും നമുക്കിപ്പോൾ ഉൾക്കൊള്ളണമെന്നില്ല. പ്രപഞ്ചവിജ്ഞാനീയ സംബന്ധമായി ഇതിനകം ശാസ്ത്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഏറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ശാസ്ത്രീയമായി തന്നെ നാം പലപ്പോഴായി വിശകലനം ചെയ്ത അത്തരം അത്ഭുതകരമായ ക്രമീകരണങ്ങളിൽ പലതും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലെ മഹനീയമായ ഒരു ശക്തിയുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതിസൂക്ഷ്മമാം വിധം ദുർഗ്രഹമായ നിയമങ്ങളുടെ പിൻബലത്തിൽ സകലതും സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നതിന് പിന്നിൽ കേവലം ശൂന്യത മാത്രമാണെന്ന് സങ്കല്പിക്കുവാൻ എളുപ്പമല്ല. ക്വാണ്ടം ഫിസിക്സിൻ്റെ ഫിലോസോഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് പലതും ഇങ്ങനെയൊരു ലക്ഷ്യോന്മുഖത പ്രപഞ്ചത്തിനുണ്ട് എന്ന് ഉള്ള ആശയം പേറുന്നവയാണ്. അതുപോലെ കോസ്മിക് ഫൈൻ ട്യൂണിങ് നമ്മുടെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളവയാണ്. ഒരു ക്രമദാതാവ് ഉണ്ടെങ്കിലേ പ്രപഞ്ചം ഇപ്രകാരമാവുകയുള്ളൂ. ഈ ക്രമത്തിനൊക്കെ പരമമായ ഒരു ക്രമം കൂടി ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള ചോദ്യം അതിൽ അന്തർലീനമാണ്. അത്തരണത്തിൽ നോക്കുമ്പോൾ എപ്രകാരം എന്തൊക്കെയാണ് ശാസ്ത്രീയമായ നമ്മുടെ വാദങ്ങൾ ലക്ഷ്യോന്മുഖതയ്ക്കുള്ളത്? ഐൻസ്റ്റൈൻ്റെ ഒരു കൊട്ടേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. പുള്ളി പറയുന്നത്, ദ മോസ്റ്റ് ഇൻകോംപ്രിഹെൻസിബിൾ തിങ് അബൌട്ട് ദ യൂണിവേഴ്സ് ഈസ് ഇറ്റ് ഈസ് കോംപ്രിഹെൻസിബിൾ.
അതായത് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ വസ്തു ഇതാണ്, നമുക്ക് ഒരു പരിധി വരെ ഈ ലോകത്തെ അറിയാം, ഈ ലോകത്തിന് ഒരു മോഡൽസ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഐൻസ്റ്റൈൻ ചെയ്തത്, തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. അതായത് ഞാൻ പറയുന്നത് ചുരുക്കി പറഞ്ഞ ഇതാണ്, നമുക്ക് നമ്മളുടെ ഈ ലോകത്തെ ഒരു പരിധി വരെ അറിയുവാൻ കഴിയും. അതൊരു വലിയ മിറക്കിളാണ്. ദ മോസ്റ്റ് ഇൻകോംപ്രിഹെൻസിബിൾ തിങ് ഈസ് ദറ്റ് ദ വേൾഡ് ക്യാൻ ബി ടു സം എക്സ്റ്റെൻറ്റ് കോംപ്രിഹെൻസിബിൾ. അതല്ലെങ്കിൽ ദ മോസ്റ്റ് മിറക്കിൾ, ദ ഗ്രേറ്റസ്റ്റ് തിങ് ഈസ് നമുക്ക് ഈ ലോകത്തെ അറിയാം. ഓക്കെ, ഇങ്ങനെ അറിയുന്നത് ദാറ്റ് ഈസ് എ ബിഗിനിങ്. ഇങ്ങനെ അറിയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഒരു അറിവിന് ഒരു ഗോളുണ്ട്, എല്ലാ അറിവിനും ഒരു ഗോളുണ്ട്. ചിലപ്പം പരീക്ഷയ്ക്ക് ജയിക്കാനായിരിക്കും, ചിലപ്പം ജോലി കിട്ടാനായിരിക്കും. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് ഈ നോളജ് ഇറ്റ്സെൽഫ് നമ്മളുടെ മനുഷ്യൻ്റെ ഒരു ഭാവിയെ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവനെ മുഴുവനും ഒതുക്കുകയാണ്. ദ എയിം ഓഫ് അവർ ലൈഫ് ഈസ് ടു നോ ദ വേൾഡ് ഔട്ട്സൈഡ് ആൻഡ് ദ വേൾഡ് ഇൻസൈഡ്. അപ്പം ശാസ്ത്രീയകരമായി ചിന്തിച്ചാൽ ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി തിയറിയും കൊണ്ടുവരുന്ന ഈ ആശയങ്ങൾ 100 വർഷം മുമ്പ് ഒരു മനുഷ്യന് പോലും അറിയത്തില്ലായിരുന്നു, ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പം നമ്മളുടെ ഈ നോളജ് ഇത്രമാത്രം വർദ്ധിച്ചു, ഇത്രയും നോളജ് വർദ്ധിക്കുന്നു, നമ്മൾ ആ നോളജ് എല്ലാം ഒരു ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളുടെ നോളജ് ഇത്രയും വർദ്ധിച്ചു, ആ ഡിറക്ഷനിലേക്ക് പോകുന്നു എങ്കിൽ ഈ നോളജിൻ്റെ ഓബ്ജക്റ്റായിട്ടുള്ള പ്രപഞ്ചം എന്ന് വെച്ചാൽ നോളജ് വെറുതെ വരുന്നതല്ലേ, നോളജ് നമ്മളുടെ പ്രപഞ്ചത്തെക്കുറിച്ചാണ്. ഈ നോളജിൻ്റെ ഓബ്ജക്റ്റായിട്ടുള്ള പ്രപഞ്ചത്തിന് ഒരു ഗോളുമില്ല, ഒരു ലക്ഷ്യവുമില്ല എന്ന് പറയുവാൻ എനിക്ക് വളരെ യുക്തിസഹമല്ല. തീർച്ചയായും ഇത് വളരെ ദാർശനികമായ ഒരു വാദമാണ്. അതായത് ശാസ്ത്രീയമായിട്ട് കുരുവിളച്ചൻ ആദ്യമേ നിരീക്ഷിച്ചതുപോലെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യോന്മുഖതയെ പൂർണ്ണമായിട്ടും ശാസ്ത്രപരമായിട്ട് മാത്രം സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ടെലയോളജി, പർപ്പസീവ്നെസ്, ലക്ഷ്യോന്മുഖത, പരമമായ ഒരു ലക്ഷ്യം, ഇതൊന്നും ശാസ്ത്രീയമായിട്ട് നമുക്ക് 100% സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അത് ദർശനത്തിൻ്റെയും യോഗാത്മകത്വത്തിൻ്റേതും ദൈവശാസ്ത്രത്തിൻ്റേതുമൊക്കെയായ മേഖലയാണ്. അതിലേക്കുള്ള സൂചനയായിട്ട് നമുക്ക് ശാസ്ത്രീയ പ്രപഞ്ച ദർശനത്തിൽ നിന്നും സ്വീകരിക്കുവാൻ സാധിക്കുന്നത് പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ എല്ലാ വിഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ കേവലം പദാർത്ഥ അതീതമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികത്തിൽ മാത്രം ഒതുങ്ങിച്ചേരാത്ത അഥവാ അതിഭൗതികമായ ഒത്തിരി സൂചനകൾ നമുക്ക് പ്രപഞ്ചവിജ്ഞാനീയത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രപഞ്ചം അങ്ങേയറ്റം സുന്ദരമാണ്, ക്രമപൂർണമാണ്, വലിയ ഒരു താനത, ഒരു സമന്വയമുണ്ട് പ്രപഞ്ചത്തിന്, ഒരു പരസ്പര സമ്പർക്കമുണ്ട് ക്രമത്തിന് മൊത്തം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വെറുതെ അന്ധകാരത്തിലും ശൂന്യതയിലും പോയി പ്രപഞ്ചമങ്ങ് അവസാനിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ബുദ്ധിക്ക് നിരക്കുന്നതല്ല. എന്താണ് പ്രപഞ്ചത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് ശാസ്ത്രത്തിന് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെറും ശൂന്യതയിൽ അവസാനിക്കുന്ന ഒരു പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ വയ്യ. ഇതിന് അതിഭൗതികമായിട്ടുള്ള ചില സാധ്യതകളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പരോക്ഷമായ ദർശനങ്ങൾക്കൊപ്പം മറ്റു ചില ആത്മീയ ഉൾക്കാഴ്ചകളും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്തമഹത്വത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പ്രപഞ്ചരഹസ്യങ്ങളെ തിരുവചനം വിശദീകരിക്കുന്നത്. ആത്മീയ കാഴ്ചപ്പാടുകളനുസരിച്ച് പരമ്പരാഗതമായും നമ്മുടെ പ്രപഞ്ച ദർശനം പക്വതയുള്ളതാണ്. ശാസ്ത്രത്തിന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു ചിത്രം അവതരിപ്പിക്കാൻ കഴിയുന്ന കാലം വരെയും ഇത്തരം ധാരണകളിൽ നമുക്ക് മുമ്പേ നടക്കുന്നത് ആത്മീയ ആചാര്യന്മാർ തന്നെയാണ്. സങ്കീർണമായ അനവധി ചോദ്യങ്ങൾക്കും അവിടെ ഉത്തരം ലഭിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യോന്മുഖത എന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിക്കാനോ തെളിയിക്കുവാനോ സാധിക്കുന്ന കാര്യമല്ല. ശാസ്ത്രത്തിൻ്റെ ഗവേഷണ മേഖല ഇപ്പോഴും തീർത്തും പദാർത്ഥബദ്ധമാണ്. ഭൗതികമായ കാര്യങ്ങളെ ശാസ്ത്രത്തിന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ മേഖലയാണ് പ്രപഞ്ചത്തിന് അതിഭൗതികമായ സാധ്യതയുണ്ടോ, സ്വർഗമുണ്ടോ,
ഇതിന് പരമമായ ഒരു ലക്ഷ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശാസ്ത്രീയമായ പ്രപഞ്ച ദർശനത്തിൻ്റെ സൂചനകൾ വെച്ചുകൊണ്ട് വിശ്വാസം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും യുക്തിപരമായ സാധുതകൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ബൈബിളാണ്, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകമാണ് പ്രപഞ്ചത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്നുള്ളത് രൂപകാത്മകമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ലോകചരിത്രവും മനുഷ്യചരിത്രവും എല്ലാം സമന്വയിക്കാൻ പോകുന്നത് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ആയിത്തീരുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഇതൊരു രൂപകം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ളത് അല്ല. അനന്തമായ സാധ്യതകൾ നമ്മളെ അനുധാവനം ചെയ്യുന്നുണ്ട്. ഭൗതികമായത് തന്നെ അതിഭൗതികമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കും. പദാർത്ഥം പദാർത്ഥാതീതമായ അവസ്ഥയെ കൈവരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പദാർത്ഥത്തിൻ്റെ മഹത്വീകരണത്തെയാണ് നമ്മൾ ശരീരങ്ങളുടെ ഉത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. സമയം എന്നും ഈ ഭൂതഭാവി വർത്തമാനങ്ങളുടെ അന്തരങ്ങൾക്കിടയിൽ കടന്ന് കളിക്കേണ്ട ഒരു പ്രഹേളികയല്ല. അതിനേക്കാളും ഉപരിയായിട്ട് നിത്യതയിലേക്ക്, അനന്തതയിലേക്ക് ഉരുത്തിരിഞ്ഞു വരുവാനുള്ള ഒന്നാണ് എന്നുള്ളതാണ് ദൈവശാസ്ത്രത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത്. ഇത്ര സുന്ദരമായ കാവ്യാത്മകമായ ദർശനങ്ങൾ ദൈവശാസ്ത്രത്തിലുണ്ട്. ഇതിനോട് ഭാഗികമായിട്ട് ചേർന്ന് പോകുന്ന ചില സൂചനകൾ നമുക്ക് പ്രപഞ്ചവിജ്ഞാനീയത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ് കുരുവിളയച്ചൻ പറഞ്ഞു തന്നത്. അതായത് ശാസ്ത്രം ഇന്ന് വരച്ചു കാണുന്ന പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ എല്ലാ വിഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് വയ്ക്കുകയാണ് എങ്കിൽ വെറും പദാർത്ഥമായിട്ട് എന്നും ഇത് നിലനിൽക്കുവാനുള്ളതല്ല. ഇതിൽ വലിയൊരു കവിത്വമുണ്ട്, സൗന്ദര്യമുണ്ട്, ഭാവനയുണ്ട്, വലിയൊരു ക്രമമുണ്ട്. പദാർത്ഥം തന്നെ വലിയൊരു വിസ്മയവും രഹസ്യവും ഒക്കെയാണ്. ഒരു മെറ്റഫിസിക്സ് അഥവാ അതിഭൗതികത ഈ ഭൗതികതയിൽ തന്നെ അന്തർലീനമാണ്. ദുർഗ്രഹങ്ങളായ അനവധി ചോദ്യങ്ങളാണ് പ്രപഞ്ചവിജ്ഞാന സംബന്ധമായി ഇന്ന് ശാസ്ത്രം അഭിമുഖീകരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും നിലനിൽപ്പും സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അവയിൽ ഉൾപ്പെടും. അതിൽ പലതിനും വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ പ്രശംസനീയമാം വിധം മുന്നേറിയിട്ടുണ്ട്. ദൈവാസ്തിത്വവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശാസ്ത്രകാരന്മാരും ശാസ്ത്രചിന്തകരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഷയങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ആരംഭം സംബന്ധിച്ചുള്ളവയാണ്. എന്നാൽ പ്രഥമദൃഷ്ട്യാ തന്നെ വിസ്മയനീയമായ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളും നാം വിശകലനം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കണം, എന്തിന് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചോദ്യവും ഒരുപോലെ പ്രധാനപ്പെട്ടതാ. എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ എങ്ങനെ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ മേഖലയാണ്. എന്തുകൊണ്ട് ഇത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ മേഖലയാണ്. ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് സാങ്കത്യമുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പരമമായ ഒരു ലക്ഷ്യത്തിലേക്ക് അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകത, നൂതനത്വത്തെ അന്വേഷിക്കുവാനുള്ള ഇതിൻ്റെ ആഭിമുഖ്യം, ചരിത്രം ഒരിക്കലും വെറുതെ റിപ്പീറ്റ് ചെയ്യുകയല്ല, ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്, പുതിയതിനെ ആവിർഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ച പരിണാമത്തിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് പുതുമയെ അന്വേഷിക്കുന്നതാണ്, പുതിയ പുതിയ വൈഭവങ്ങളെ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നതാണ്. പുറകോട്ട് പോവുക എന്നുള്ളതല്ല, ചുമ്മാ ആവർത്തിക്കുക എന്നുള്ളതല്ല. ശൂന്യതയിൽ നിന്ന് ആരംഭിച്ച പ്രപഞ്ചം ശൂന്യതയിൽ അവസാനിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യാത്മകതയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറയണം. അവിടെയാണ് പ്രപഞ്ചത്തിന് ദൈവശാസ്ത്രപരമായ സാധ്യതകൾ ഉണ്ട് എന്ന് ദൈവവിശ്വാസവും വെളിപാടിൻ്റെ ഭാഷയും ഒക്കെ പറഞ്ഞു തരുന്നത്. അത്തരണത്തിൽ വളരെ ക്രിയാത്മകമായ ഒരു സംവാദത്തിന് നമ്മുടെ ഭാവനയെയും സ്വപ്നങ്ങളെയും അഭിവാഞ്ചകളെയും ഒക്കെ ഒത്തിരി സാക്ഷാത്കരിക്കാൻ പോകുന്ന വിഭവങ്ങൾ ശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും നമുക്ക് ലഭിക്കും. അത് നമുക്ക് കൂടുതൽ ആശ്വാസം തരും, പ്രത്യാശ തരും, സൗന്ദര്യബോധം തരും എന്നൊക്കെ പറയേണ്ടി. ഇക്കാണുന്നവയും അതിനുമപ്പുറവും ഉള്ളവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടി എന്ന ചോദ്യം ഒരുപാട് ആഴമുള്ളതാണ്. ഏതോ ചില പ്രതിഭാസങ്ങളാൽ യാദൃച്ഛികമായി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നോ
തുടക്കവും ഒടുക്കവുമില്ലാത്ത ഒരു സമസ്യയുടെ ഭാഗമാണ് ഇതെല്ലാമെന്നോ ചിലർ വിശദീകരിച്ചേക്കാം. എന്നാൽ 1300 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അർത്ഥരഹിതമായ ഒരു പ്രതിഭാസത്തിലൂടെ ഇവയെല്ലാം ഉണ്ടായി എന്നും പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും കൂടാതെ ഇത് നിലനിൽക്കുന്നുവെന്നും കരുതാൻ ചിന്തിക്കുന്നവരിൽ പലർക്കും കഴിയില്ല എന്നാണ് മാനവചരിത്രം വ്യക്തമാക്കുന്നത്. ദൈവവിശ്വാസികളായ സകലർക്കും ഈ പ്രപഞ്ചമെന്നാൽ ദൈവിക മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുത പ്രതിഭാസമാണ്. അതിലൂടെ നിറവേറുന്നത് ദൈവനിശ്ചിതമായ മഹനീയ ലക്ഷ്യങ്ങളാണ്. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. Most wonderful experience that we can have is the experience of the mysterious. മനുഷ്യന് സാധ്യമായിട്ടുള്ളതിലെ ഏറ്റവും അത്ഭുതകരമായ അനുഭവം എന്ന് പറയുന്നത് രഹസ്യത്തിൻ്റെ അനുഭവമാണ്, നിഗൂഢാത്മകതയുടെ അനുഭവമാണ് എന്ന്. പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്റ്റാർ, ഗാലക്സി, എർത്ത്, ഹോൾ പ്രപഞ്ചം, അത് നമ്മൾ നോക്കുമ്പോൾ സാമിസ്റ്റ്, പഴയ കാലത്തെ സാമിസ്റ്റ് പറയുന്നത് പോലെ നമുക്ക് വളരെയധികം വിസ്മയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കൊപ്പേർണിക്കസിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും കൊപ്പേർണിക്കസ് ഒരു മിസ്റ്റേക്കായിരുന്നു. സൺ വേർഷിപ്പർ എന്നാണ് പുള്ളി പറയുന്നത്. സണ്ണിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളി മിസ്റ്റിസിസമാണ് പുള്ളി ഇരുന്ന് വരുന്നത്. ആ മിസ്റ്റിസിസമാണ് പുള്ളിയെ ഈ സണ്ണിന് സെൻട്രൽ പ്ലേസ് കൊടുക്കാനായിട്ട് നയിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്.